അങ്ങനെ പറഞ്ഞിപ്പോൾ മെയ് മാസം പകുതിയായി. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു ബഹളും കാര്യങ്ങളൊക്കെ കാരണം കുട വാങ്ങണം, പിന്നെ യൂണിഫോം, ബാഗ്, അങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു വലിയ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതുമൂന്നാണെങ്കിൽ യൂണിഫോം ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെയുള്ള ഓരോരോ തിരക്കുകളാണ്. എൻ്റെ ടെൻഷൻ ഇപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഇതുമൂന്ന് മദ്രസക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ഉറക്കം അത് ഇപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഓക്ക് പ്രശ്നമില്ല, ഓള് രാവിലെ 6 മണിക്ക് എണീറ്റ് ഒരു 6:30 ആകുമ്പോൾ മദ്രസക്ക് പോകും. ഓക്കിപ്പോൾ 6:30 തൊട്ട് 8:30 വരെയാണ് കേട്ടോ മദ്രസ്. ഓക്ക് അത് ശീലമായിട്ടുണ്ട്. എൻ്റെതായിരിക്കും പ്രശ്നം. നമുക്കിനിപ്പോൾ ഞാൻ 8 മണിയായിട്ടുണ്ട് എഴുന്നേറ്റ് വരാം. ഇനിയിപ്പോൾ 7 മണിക്കോ അങ്ങനെ കുറേശ്ശെ ആയിട്ട് അത് സെറ്റാക്കി എടുക്കണം. എൻ്റെ കാര്യമായിട്ടുള്ള ടെൻഷൻ അതാണ് കേട്ടോ. എന്തായാലും ഞാൻ രാവിലെ തന്നെ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ചുടുവെള്ളമൊക്കെ കുടിച്ച് രാവിലത്തെ പരിപാടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ കുക്കറിൽ ഈ കൂക്കുന്നത് എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ബാജിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതൽ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതും മദ്രസ ഇട്ട് വന്നു കേട്ടോ. ഓള് വന്ന പാടെ ഓളെ സൂചി നൂലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓളെ തകൃതിയായിട്ട് പരിപാടിയിലാണ്. ഇനിയിപ്പോൾ അധികം നേരം ഓളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ, വിശന്ന് വരില്ലേ എന്ന് കരുതി ഞാൻ വേഗം പിന്നെ തൂമിക്കാനും കാര്യങ്ങളൊക്കെ നിന്നു. കറി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് തൂമിക്കാനേ ഉള്ളൂ. കടുകും കറിവേപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിതാ ബാജിക്കറി സെറ്റാക്കണം. ഇതുമൂനും എൻ്റെ ഹസ്ബൻഡിനും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ രാവിലത്തെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ അത് വേഗം തൂമിച്ച് വെച്ചു. ഇനി ദോശ ചൂടാപ്പോയി. ഇതും ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിന്നെ അതിൽ കറി ഇതാ അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നെയ്യും അടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതുമൂന്ന് ദോശയാണെങ്കിൽ നെയ്യ് അതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ആ നെയ്യിൻ്റെ ടേസ്റ്റോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓൾ ഈ വീതനപ്പുറത്ത് തന്നെ കയറി ഇരിപ്പുണ്ട്. ഞാനങ്ങനെ ചീത്ത പറയുന്നുണ്ട്, അവിടെ അടുപ്പത്ത് ഇരിക്കല്ലേ, അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കല്ലേ, എണീറ്റ് പോകുന്നത്. ഓക്കെ അപ്പം തന്നിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ നെയ്യ് അതിലേക്ക് ഒഴിക്കണുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് അതൊക്കെ നോക്കി. പിന്നെ അധികം ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ എണീറ്റതാ മേശപ്പുറത്ത് തന്നെ പോയി ഇരിക്കണുണ്ട്. അപ്പോഴേക്കും എൻ്റെ കെട്ടിന് മീനൊക്കെ ഉച്ചക്കത്തേക്കുള്ള മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പർക്കുള്ളതും മേശപ്പുറത്ത് അവിടെ കൊണ്ടേ വെച്ചിട്ട് പ്ലേറ്റും അപ്പൊക്കെ ഈ ഒരു ദോശ ആകുമ്പോൾ ചൂടോട് കൂടി ഇങ്ങനെ ചുട്ട് കൊടുക്കുകയാണെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോയി. ഇതും ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഓക്കെ ഞാൻ ഈ ഒരു ടാസ്ക് ഇപ്പോൾ കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ വൃത്തിയാക്കി ക്ലീനാക്കി നന്നാവൂലെന്നുണ്ടെങ്കിലും കുറേശ്ശെ ചെയ്ത് പഠിച്ചോട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ വേഗം ചോറ് അടുപ്പത്തിട്ട് കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര പെട്ടെന്ന് പണി തീർക്കാനുള്ള ഒരു ത്വര. അപ്പം മീൻ കിട്ടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല കഷ്ണം മീൻ. അപ്പോൾ നമുക്ക് കുറേ കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. വേഗം അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് ക്ലീൻ ചെയ്തപ്പോൾ കരുതി വേഗം മീൻകറി ഉണ്ടാക്കട്ടെ. മീൻകറി ഒരു അടുപ്പത്ത് വീണ നേരം കൂടി ഞാൻ പപ്പടും മുറിച്ചു. പിന്നെ മീൻകറി വന്ന അടുപ്പത്തേക്ക് മീൻ പൊരിക്കാൻ വെച്ചിട്ടു. ചില ദിവസം ഇങ്ങനെയാണ് പെട്ടെന്ന് പണി തീർക്കാനുള്ളൊരു സംഭവങ്ങളാണ്. ആ സമയത്താണ് നീനൂട്ടി വിളിച്ചത് കേട്ടോ. ഓക്ക് ഇന്ന് ഡ്യൂട്ടി 12 മണിക്കറ്റ്. അപ്പോൾ ഓക്ക് അത് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മീനും വറുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അടുത്ത